പാകിസ്ഥാനിൽ ഹിന്ദുക്കളുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. എവിടെയെന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും എന്ന് പറയേണ്ടി വരും. കാരണം പാകിസ്ഥാനികൾക്ക് പോലും അറിയില്ല ആ രാജ്യത്ത് ഹിന്ദുക്കൾ എത്ര പേരുണ്ടെന്ന്. 35 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്, പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ സംഭവിക്കാത്ത ഒരു വലിയ മാറ്റം. അതെ, പാക് പോലീസ് സർവീസിൻ്റെ PSP എന്ന് പറയും ഉന്നത പദവിയിലേക്ക് ആദ്യമായി ഒരു ഹിന്ദു യുവാവിത തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സിന്ധ് പ്രവിശ്യയിലെ പിന്നോക്ക പ്രദേശമായ ബദീനിൽ നിന്നും കഠിനാധ്വാനം കൊണ്ട് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി ഫൈസലാബാദിൽ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായി ചുമതലയേറ്റതാണ് രാജേന്ദർ മേഘ്വാർ. എന്താണ് ഈ നിയമത്തിൻ്റെ പ്രാധാന്യം? പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്? പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ബദീൻ എന്ന ദരിദ്രമായ ഗ്രാമത്തിലാണ് രാജേന്ദർ ജനിച്ചതും വളർന്നതും. പരിമിതമായ സാഹചര്യങ്ങളോട് പോരാടിയാണ് അദ്ദേഹം പാകിസ്ഥാനിലെ ഏറ്റവും കഠിനമായ സെൻട്രൽ സുപ്പീരിയർ സർവീസസ് പരീക്ഷ ഉന്നത വിജയത്തോടെ പാസ്സായത്. പാകിസ്ഥാൻ പോലീസിൽ ഇൻസ്പെക്ടർമാരോ സബ് ഇൻസ്പെക്ടർമാരോ ആയി മുൻപും ഹിന്ദുക്കൾ ജോലിയിട്ടുണ്ടെങ്കിലും ഒരു IPS റാങ്കിലുള്ള കമ്മീഷണൻറ്റ് ഓഫീസറായി, പാകിസ്ഥാനിലെ PSP ഓഫീസറായി ഒരു ഹിന്ദു നിയമിതനാകുന്നത് ഇതാദ്യം. ഈ നേട്ടം ഒരു വലിയ ചർച്ചയാകുമ്പോൾ തന്നെ നമുക്ക് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ യഥാർത്ഥ അവസ്ഥയും മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായമാണ് ഹിന്ദുക്കൾ. ഏകദേശം 24 കോടിയിലധികം വരുന്ന പാക് ജനസംഖ്യയുടെ വെറും 2% മാത്രമാണ് ഇപ്പോഴിവർ. ഇതിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് രാജേന്ദർ ജനിച്ചു വളർന്ന സിന്ധ് പ്രവിശ്യയിലാണ്. അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ വലിയ രീതിയിലുള്ള വിവേചനങ്ങൾ നേരിടുന്നുണ്ട്. സ്വാഭാവികം. അവർക്ക് ഹിന്ദുക്കളെന്ന് കണ്ടാൽ അത് ഇന്ത്യക്കാരാണെന്ന് വ്യക്തമായ വിവേചനമുണ്ട്. നിർബന്ധിതമായ മതപരിവർത്തനം, ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, സാമൂഹികമായ പിന്നോക്കാവസ്ഥ, ഇവയൊക്കെ സിന്ധ് പ്രവിശ്യയിലെ ഹിന്ദുക്കൾ നേരിടുന്ന വലിയ വെല്ലുവിളികളാണ്. എന്നാൽ ഈ പ്രതികൂല സാഹചര്യങ്ങളിലും രാജേന്ദർ മേഘ്വാറിനെ പോലുള്ള യുവാക്കൾ സിവിൽ സർവീസിലേക്ക് കടന്നു വന്നത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും കഠിനമായ സെൻട്രൽ സുപ്പീരിയർ സർവീസ് CSS എഴുതി ജയിച്ചു. അപ്പോൾ പിന്നെ രാജേന്ദറിന് ഒരു പദവി നൽകാതെ മറ്റൊരു പോംവഴിയുമില്ല. അതുതന്നെയാണ് രാജേന്ദറിനെ ഈ ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ചതും. ഇപ്പോൾ രാജേന്ദർ മേഘ്വാർ മാത്രമല്ല, അടുത്ത കാലത്തായി പാകിസ്ഥാനിലെ ഹിന്ദു സമുദായത്തിൽ നിന്നും കൂടുതൽ പെൺകുട്ടികളും യുവാക്കളും അങ്ങനെ ഉന്നത പദവികളിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. രൂപമതി എന്ന ഹിന്ദു യുവതി സിവിൽ സർവീസ് പാസ്സായി വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് അടുത്തിടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതുകൂടാതെ പൂജ ഓട്ട്, സുനിൽ മേഘ്വാർ, ജീവൻ റിബാരി തുടങ്ങിയ നിരവധി ഹിന്ദു വിദ്യാർത്ഥികളാണ് പ്രതിബന്ധങ്ങളെ മറികടന്ന് ഉദ്യോഗസ്ഥ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകുന്നത് തങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാക് ഭരണകൂടവും ഫൈസലാബാദ് പോലീസും. അതുതന്നെയാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിയമനത്തിൽ യാതൊരു കലർപ്പും ഉണ്ടാക്കാതിരിക്കാൻ പാക് അധികൃതരെ പ്രേരിപ്പിച്ചതും. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി ചരിത്രം കുറിച്ച രാജേന്ദർ മേഘ്വാർ പക്ഷേ പാകിസ്ഥാനിലെ ലക്ഷക്കണക്കിന് വരുന്ന ന്യൂനപക്ഷ യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമാണ്. ഈ മാറ്റം പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിൽ എത്രത്തോളം വലിയ മാറ്റമുണ്ടാക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇന്ത്യയിൽ മാത്രമല്ല ഹിന്ദുക്കൾ നാടിൻ്റെ അഭിമാനമാകുന്നത്, അങ്ങ് പാകിസ്ഥാനിലും അവർ അഭിമാനമാക്കുകയാണ്. അതിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഇല്ല. ഒരാൾ പാക് പോലീസ് സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ചുമതലയേറ്റെങ്കിൽ മറ്റൊരാൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ, മറ്റൊരാൾ വിദ്യാഭ്യാസ വകുപ്പിൽ, മറ്റൊരാൾ വ്യവസായ വകുപ്പിൽ. അങ്ങനെ പാകിസ്ഥാനിലും ഹിന്ദുക്കൾ തങ്ങളുടെ അഭിമാനപരമായ ആ പാരമ്പര്യവും കഴിവുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.